ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്വന്തം വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണ്ട എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒത്തിരി പേര് നമ്മുടെ വീട് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂവേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വീട് വെച്ചിട്ടുള്ളത് പാടം ഏരിയയിലാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ കൂടുതൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഒരു സാധാരണക്കാർക്ക് നല്ല രീതിയിൽ എങ്ങനെ നമ്മൾ കുടിയിരിക്കാം എന്നുള്ളതിന് ഒരു മാതൃകയും അതുപോലെ തന്നെ നല്ലൊരു പ്ലാനും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഈ വീടിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 6 സെൻറ്റ് സ്ഥലത്ത് 1180 സ്ക്വയർ ഫീറ്റിലാണ് വീട് വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വീടെത്തിക്കാനായിട്ട് 19 ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. കാരണം പാടമാണ്, മണ്ണിട്ട് നികത്തി ഫൗണ്ടേഷൻ കരിങ്കല്ലിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ ഇനിയും വർക്കുകൾ ബാലൻസ് ആണ് കേട്ടോ. നമ്മൾ തൽക്കാലം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്ലാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മുകൾ ഭാഗത്തൊക്കെ ഹാൻഡ് റെയിൽ വെക്കാനായിട്ടുണ്ട്, ടെക്സ്ചർ പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്. ഇൻഷാല്ലാ ഈ ഒരു പ്ലാനിൽ നമ്മൾ വീട് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റോട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ പോർച്ചാണ് ചെയ്തിട്ടുള്ളത്. പോർച്ചിൻ്റെ സൈസ് വരുന്നത് 300-380 ആണ്. വീട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രേ കളർ പെയിൻറ്, സ്പോട്ട് ലൈറ്റ് എന്നിവ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫ്ലാറ്റ് റൂഫാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 300-140 ആണ് കേട്ടോ. നമ്മൾ സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിന് മാച്ച് ആയിട്ടുള്ളൊരു ഗ്രാനൈറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ടിലേക്കായിട്ട് 2 കള്ളിയുടെ ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള 2 ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ടൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കട്ടില ചെയ്തിട്ടുള്ളത് മലേഷ്യൻ കുയിലയിലാണ് കേട്ടോ. ഡോറ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഭാഗത്ത് ഒരു ചെറിയ ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വിൻഡോസും ഡോർസും ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നമ്മളിവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x4 വിട്രിഫൈഡ് വൈറ്റ് ടൈലാണ്. ഇടയിലായിട്ട് എപ്പോക്സി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പാർട്ടീഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ ചെറിയ ചെറിയ ഡെക്കോസ് ഒക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലിവിങ് ഏരിയ പരിചയപ്പെടാം. നമ്മളിവിടെ സീലിങ്ങിലൊക്കെ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് സ്റ്റെയർ, ഒരു ബെഡ്റൂം, ബാത്റൂം, ലിവിങ് സ്പേസ് എന്നിവ വരുന്നത്. 5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ദാ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വോളിൽ ഇങ്ങനെയൊരു ഡെക്കോറാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് കയറിയിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കും കേട്ടോ. ഇനി ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് 800-495 ആണ്. ഈ ഒരു ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോള ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർഗോളയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഫ്രെയിംസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആറ് ചെയറുകളോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ലെഗ് വരുന്നത് ഈ ഒരു രീതിയിലാണ്.
ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ വിൻഡോ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് GI വർക്കും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഷെൽഫ് കൊടുത്തിട്ടുള്ളതാണ്. ടോപ്പിൽ വരുന്നത് ഫുൾ ബോഡി ടൈലാണ്. ഈ ഒരു രീതിയിലുള്ള ബേസിനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തതാണ്. ഇനി ബാക്കിൽ പാനൽ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്തും ഒരു ഇൻഡോർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒത്തിരി ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഇതുപോലെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതാണെന്ന് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർസൊക്കെ റെഡിമെയ്ഡ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 300x300 ആണ്. ഹെഡ് വാളിലായിട്ട് 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ വന്നിട്ടുണ്ട്. അതുപോലെ 7 വാട്ട്സ് വരുന്ന LED ലൈറ്റ്സ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് വിൻഡോസിൽ കർട്ടൻ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനത്തെ വർക്കൊക്കെ അവിടെ പെൻഡിങ്ങിൽ ഇടുക ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്, മാറ്റ് ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊരു ബോറ് തോന്നിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലക്കി ബാമ്പു ആണ്. സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പർഗോള ചെയ്തിട്ട് അതിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് പോർച്ചിൻ്റെ ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ ബാത്റൂമിന് ഡോറ് ചെയ്തിട്ടുള്ളത് ഫൈബർ ഡോറാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 160x140 ആണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ടൈപ്പിലാണ്. അത് കുറച്ച് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെ ഇതുപോലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെയറിന് മുകളിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. 50 mm തിക്നെസ്സിൽ വരുന്ന ടൈല് തന്നെയാണ് കേട്ടോ. മാറ്റ് ടൈപ്പാണ്. ഇത് നമ്മൾ ഫ്രണ്ട് സ്റ്റെപ്പിനൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പ്ലാനിൽ ഉള്ളതല്ല കേട്ടോ, പിന്നീട് എക്സ്ട്രാ കൂട്ടി ചെയ്തിട്ടുള്ളതാണ്.
ഈ ഒരു ഭാഗത്തും നമ്മൾ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക്. നമ്മൾ ഈ ഒരു വിൻഡോ വലിയതാക്കി ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതിങ്ങനെ ആയിപ്പോയി കേട്ടോ. എല്ലാവർക്കും വീട് വെക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ മൈനോട്ടുകൾ വരും കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടൊരു വീട് വെക്കാൻ കഴിയുള്ളൂ കേട്ടോ. രാവിലെ കാണാനായിട്ട് ഈ ഒരു ഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പാടത്തിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് നമ്മളിവിടെ വീട് വെച്ചിട്ടുള്ളത്. പിന്നെതാ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന ഭാഗമാണ്. ഇവിടെ നമ്മൾ പർഗോള ചെയ്ത് അതിൽ GI പൈപ്പ് കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ മുകൾ ഭാഗത്ത് ഇത്രയും ഏരിയ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സ്മോൾ ബഡ്ജറ്റ് ഹോം വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ വലിയ ബാധ്യതകളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഡോറ് ചെയ്തിട്ടുള്ളത്. ഈ പാസേജിനകത്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് റെസിൻ ആർട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആണ് നമ്മുടെ വീട് മൊത്തം ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x300 സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ LED ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെതാ ഇവിടെയും നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് വാളിലായിട്ട് വരുന്നത് 2 സിംഗിൾ വിൻഡോ ആണ്. പിന്നെ ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാറ്റ് ടൈപ്പിൽ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വളരെ സിമ്പിളായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ബാത്റൂം ഒന്ന് നോക്കാം. ആഷ് ആൻഡ് ലൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വെളിച്ചമുണ്ട്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 160x180 ആണ്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. കിച്ചൻ്റെ ഡോറ് റെഡിമെയ്ഡ് ആണ്. അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് ഗ്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. കിച്ചൻ്റെ സൈസ് വരുന്നത് 450x300 ആണ്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ ചെറിയൊരു പാർട്ടീഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോർ വാളാണ് വന്നിട്ടുള്ളത്. അതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്പേസ് നമുക്ക് കബോർഡ് വെച്ച് സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു രീതിയിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് മിക്സിക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു സൈഡിൽ മുകളിലായിട്ട് റാക്ക് ചെയ്തിട്ടുണ്ട്. വാളിൽ ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളതും അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ്.
നമ്മളിവിടെ സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ഫുൾ ബോഡി ടൈലാണ്. 50 mm തിക്നെസ്സിൽ വരുന്ന ഫുൾ ബോഡി ടൈൽ കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് 3 ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നാല് പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴെ ഒരു പാത്രം വെക്കുന്ന ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് സിങ്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് GTBT കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കിച്ചൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്താണ് പുറത്തേക്കുള്ള ഡോറ് വരുന്നത്. അതുപോലെ വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. സൺഫ്ലെയിമിൻ്റെ 2 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും 2 വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബോർഡ് വന്നത് കാരണം അതിനകത്ത് തന്നെയാണ് നമ്മൾ ബോട്ടിൽസൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷം. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.